പിണറായിയുടെ കൺമുമ്പിൽ നീതിക്ക് വേണ്ടി പൊരുതുന്നു. മിനിമം കൂലിക്ക് കേഴുന്നു. കഴിഞ്ഞ 40 ദിവസത്തോളമായി നമ്മുടെ ആശാ വർക്കേഴ്സ് തിരുവനന്തപുരത്ത് കുട്ടനാട്ടിൽ സമരം നടത്തി. അവിടെ മിനിമം കൂലി വർദ്ധിപ്പിക്കുക എന്ന ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അവർ സെക്രട്ടറി സമരം നടത്തിയത്. ആ സമരത്തോടെ മുഖംതിരിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ് നമ്മുടെ സർക്കാർ സർക്കാരുണ്ട്. സമീപനം സ്വീകരിക്കുന്നതിനെതിരെ നടത്തുന്ന സമരമാണ് സംസ്ഥാനത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അംഗൻവാടി വർക്കേഴ്സിൻ്റെ ആണെങ്കിലും അവർക്ക് പ്രഖ്യാപിച്ച പല പൈസയും ലഭ്യമല്ല. അതിനെല്ലാം സംബന്ധിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നേതാക്കൾ സംസാരിക്കും. നമ്മൾക്ക് ഈ ധർണാ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് DCCയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട DC രാമകൃഷ്ണനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ ലൈവാക്കുന്നു. പ്രിയപ്പെട്ട മണ്ഡലം പ്രിയപ്പെട്ട പഞ്ചായത്തിൻ്റെ റോയി നമ്പൂടാകം, പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് വീഴ്ച, അംഗനവാടി വർക്കേഴ്സ് യൂണിറ്റ് ജില്ലാ സെക്രട്ടറി കുഞ്ചോമ്പി, പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാർ, നേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ ശ്രീധരൻ, പ്രിയപ്പെട്ട കമ്മിറ്റിയിലെ സെക്രട്ടറിമാർ അടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, കേരളത്തിലെ വേതനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു സമരം നടന്നത്. ആ മിനിമം വേതനം നൽകാൻ കഴിയാത്ത ഒരു സർക്കാരാണ് ഇന്നിവിടെയുള്ളത്. സംസ്ഥാന സർക്കാർ പറയുമ്പോൾ കേന്ദ്രത്തെ പറയും, കേന്ദ്രം പറയുമ്പോൾ സംസ്ഥാനത്തെ പറയും. ആർക്ക് വേണമെങ്കിലും ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പറ്റുന്ന സാഹചര്യം നിലനിൽക്കുമ്പോഴും അപ്പുറവും ഇപ്പുറവും ചാരിക്കൊണ്ട് ഈ സാധാരണ പാവപ്പെട്ട ആശാ വർക്കർമാരെ ഈ വെയിലും മഴയും കൊള്ളിച്ച് അവരുടെ ഊർജം നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നമുക്കറിയാം, രാവിലെ അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വാർഡുണ്ടെങ്കിൽ ആ വാർഡിലെ മുഴുവൻ വീടുകളും കയറി ഇറങ്ങി അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ഓരോ ജനങ്ങളുടെയും ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഓരോ ആശാവർക്കർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറേക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് ആശാവർക്കർമാർ. അവർക്ക് മിനിമം വേതനം കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെന്റുകൾക്കെതിരെ ശക്തമായ സമരങ്ങളുമായിട്ട് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വരും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇന്നിവിടെ നടക്കുന്ന ഈ സമര പരിപാടികൾ. തീർച്ചയായിട്ടും ഈ സമര പരിപാടികൾക്കും ശ്രീ റോയി ചേട്ടൻ, വിവിധ വാർഡുകളിലെ മെമ്പർമാരായ അപ്പൻചേട്ടൻ, ബാബുചേട്ടൻ, ബ്ലോക്ക് മെമ്പറായ ഇന്ദിര ചേച്ചി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, മഹിളാ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ബിന്ദു,
ആശാ വർക്കേഴ്സ് യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറി ഷിൻജോ പി, കർഷക കോൺഗ്രസിൻ്റെ നിയുക്ത മണ്ഡലം പ്രസിഡന്റ് ജിജോ ചേട്ടൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെയും സമ്മതരായ നേതാക്കന്മാരെ, നമുക്കറിയാം 2024 ഒക്ടോബറിൽ ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. 7,000 രൂപ ആശാ വർക്കേഴ്സിന് ഓണറേറിയം കൊടുക്കുന്നുണ്ടെന്നും 3,000 രൂപ 2,000 രൂപ ഇൻസെൻറ്റീവ് എന്നുള്ളത് 3,000 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. ആ മാറ്റിയപ്പോൾ വലിയ നീണ്ടൊരു സർക്കുലർ വന്നിരിക്കുന്നു. ഒരുപാട് ഡ്യൂട്ടികൾ കൂട്ടിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് ആ ജോലി ചെയ്യുമ്പോൾ ഫിക്സഡ് ആയിട്ട് ആശാ വർക്കേഴ്സിന് ഒരു പൈസ നിലവിലില്ല. ഏതെങ്കിലും ഒരു വർക്ക് ചെയ്തില്ലെങ്കിൽ 700 രൂപ വീതം കട്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ സർക്കുലർ വരികയും ഇതിനനുസരിച്ച് ഫെബ്രുവരി മാസം 2025 ഫെബ്രുവരിയിൽ CIT-ക്കാർ തന്നെ സമരം നടത്തിയുണ്ടായി. അത് നടത്തിയപ്പോൾ തന്നെ മന്ത്രി പ്രഖ്യാപിച്ചു 10 മാനദണ്ഡങ്ങൾ ഓണററി 7,000 രൂപ കിട്ടുവാനുള്ളതിനകത്ത് 10 മാനദണ്ഡത്തിൽ ഏതെങ്കിലും 5 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ 7,000 രൂപ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഇപ്പോൾ പെട്ടെന്ന് സമരം നടത്തി. ഇപ്പോൾ നമ്മുടെ അവിടെ തിരുവനന്തപുരത്ത് അവർ 45 ദിവസം സമരം ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു ദിവസം പെട്ടെന്ന് മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പറയേണ്ടത് പത്രത്തിൽ എല്ലാവരും കണ്ടു സർക്കാർ കണ്ണു തുറന്നു എന്ന്. ആശാ വർക്കേഴ്സിന് മാനദണ്ഡങ്ങളില്ലാതെ 7,000 രൂപ കൊടുക്കുന്നെന്ന് നമ്മളെല്ലാവരും കണ്ടു. എല്ലാവരും ചെറിയൊരു സന്തോഷം എല്ലാവർക്കും തോന്നിയൊരു കാര്യമാണത്. എന്നാൽ ഈ വലതുകാലിലെ മുടന്തട്ട് ചെയ്തത് അവർ മാനദണ്ഡമില്ലാതെ ആശാ വർക്കേഴ്സിന് 7,000 രൂപ പ്രഖ്യാപിച്ചപ്പോൾ ആ മാനദണ്ഡങ്ങൾ ഇൻസെന്റീവിലേക്ക് എഴുതി ചേർത്ത് ഞങ്ങൾക്കൊരു സർക്കുലർ വരികയുണ്ടായിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ. ഒരുപാട് ഡ്യൂട്ടി കൂട്ടിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരു വാർഡിൽ സ്പെഷ്യൽ ഇൻസെന്റീവായിട്ട് വർക്ക് ചെയ്യുമ്പോൾ 500 രൂപയെങ്കിലും, നമ്മുടെ ഇവിടെയൊക്കെ സാധാരണ അങ്ങനെ സ്പെഷ്യൽ ഇൻസെന്റീവ് ഒരാഴ്ചയ്ക്കും 500 രൂപ കിട്ടാറില്ല. ആ 500 രൂപ കിട്ടിയെങ്കിൽ മാത്രമേ ഈ 7,000 രൂപ അടിക്കുകയുള്ളൂ എന്നും നമ്മുടെ ആ സർക്കുലറിന്റെ അടിയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. ഇത് ആശാ വർക്കൗട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ്. അതൊന്നും നമുക്കിവിടെ പ്രാവർത്തിയാക്കാൻ പറ്റില്ല. അതുപോലത്തെ ഒരു അവസ്ഥയിൽ ഇപ്പം നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ കൂടി 45 ദിവസം അവിടെ തുടർച്ചയായിട്ട് അവിടെ സമരം ഇരിക്കുകയും ചെയ്ത എല്ലാ ആശാ വർക്കേഴ്സ് ഉണ്ട്. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ അംഗൻവാടി ജീവനക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും എല്ലാവിധ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. എന്നുള്ളത് ദയനീയമാണ്. നമുക്കറിയാം, ജനാധിപത്യ രാജ്യത്ത് എല്ലാ ആവശ്യങ്ങളും ഉന്നയിക്കുന്ന ഒരു സമരമുഖത്തിലൂടെയാണ് നമ്മൾ ആവശ്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ സമരത്തിൽ കൂടി ആവശ്യപ്പെടുന്ന ആവശ്യങ്ങൾ കൂടിച്ചേർന്ന് ചർച്ച ചെയ്തുകൊണ്ട് ചർച്ചയ്ക്കിരുത്തിക്കൊണ്ട് പരിഹരിക്കാവുന്നത് പരിഹരിക്കുകയും ബാക്കിയുള്ളത് മാറ്റുകയും ചെയ്ത് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്ന ഒരു സമീപനമാണ് ജനാധിപത്യം. ഞാൻ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നിട്ടുള്ള എല്ലാ കാലത്തും ജനാധിപത്യത്തെ ധ്വംസിച്ചുകൊണ്ട് ഏകാധിപത്യ പ്രവണതയിലേക്ക് കടക്കുന്ന ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ആശാവർക്കറിയാൻ കഴിഞ്ഞ പ്രളയകാലത്തും കോവിഡ് കാലത്തും ഒക്കെ എല്ലാ വീടുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനം നടത്തുകയും നമ്മുടെ നാടുകളിലെ വയോജനങ്ങളെയും ഗർഭിണികളെയും അവസരങ്ങളെയും കുട്ടികളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് യഥാസമയം വേണ്ടുന്ന ചികിത്സാ സൗകര്യങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ വീടാന്തരം കയറി ഇറങ്ങി സേവനം ചെയ്തിട്ടുള്ള സഹോദരിമാരാണ് ആശാ വർക്കേഴ്സ്. അതുപോലെ തന്നെ നമുക്കറിയാം, സമരമുഖത്തുള്ള അംഗനവാടി ടീച്ചേഴ്സ് നമ്മുടെ കൊച്ചുകുട്ടികളെ നമ്മൾ അംഗനവാടിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവരെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും കൊട്ടിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലുള്ള എല്ലാ നന്ദിയും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.